ഹലോ, ഇന്ന് മദ്യപാനത്തിൻ്റെയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിൻ്റെ കുപ്പിയിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ബോട്ടിലിൽ എഴുതിയിട്ടുണ്ട്, എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് സിനിമകളിലൊക്കെ, എല്ലാ സിനിമകളിലുണ്ട് മദ്യപാനത്തിനെ പറ്റി. മദ്യം കുടിക്കുക, വാള് വെക്കുക. ഓരോരോ ആൾക്കാർ പറയുന്നതാണ് മദ്യം കുടിച്ച് വാള് വെക്കുക എന്നാ സുഖമെന്ന്. മമ്മൂട്ടി മദ്യപിക്കുന്നു, അദ്ദേഹത്തിനൊന്നും ആയിട്ടില്ല. ദുൽഖർ മദ്യപിക്കുന്നു, അദ്ദേഹത്തിനൊന്നും ആയിട്ടില്ല. പല പല ആൾക്കാർ മദ്യപിക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു രോഗം പറ്റിയിട്ടില്ല. എൻ്റെ പൊന്ന കൊച്ചുങ്ങളെ, അത് അവർ കലക്കവെള്ളവും വല്ല ഡ്രിങ്ക്സൊക്കെ ആയിരിക്കും അവർ കുടിക്കുന്നത്. അഭിനയമാണത്. അതൊക്കെ ഒരു അഭിനയങ്ങളാണ്. കലക്കവെള്ളം കുടിക്കുന്നു, പല പല ആക്ഷൻ കാണിക്കുന്നു. അതൊക്കെ അഭിനയങ്ങളാണ്. അഭിനയമല്ല ജീവിതം. ജീവിതം സുലഭമാക്കുക, നന്നാവുക. അഭിനയം ഒരു ജീവിതമല്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവരഭിനയിക്കുന്നതാണ്. മദ്യപിക്കുന്നവർ ഇന്ന് ഒന്നാലും നമ്മളെ കേരളത്തിൽ മദ്യപിക്കുന്നവർക്ക് മദ്യപാനം അറിയില്ല. മദ്യം എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി അറിയില്ല. കാരണം ഈ മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശകലിച്ച കുടിക്കേണ്ടതാണ്, ഒരു ആവശ്യത്തിന് കഴിക്കേണ്ടതാണ്, ഒരു ടൈം പാസിന് എവിടെയെങ്കിലും കഴിക്കാൻ വേണം. അല്ലാതെ സ്ഥിരമായിട്ട് മദ്യപിക്കരുത്. മദ്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മദ്യപിക്കരുത് തീരെ. നിങ്ങളാ ജീവിതം കോഞ്ഞാട്ടായിപ്പോവും. മദ്യപാനം അതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിക്കരുത്, ജീവിതം കോഞ്ഞാട്ടായിപ്പോവും. കാരണം നടന്നല്ല അത്. നിങ്ങൾ മദ്യപിക്കാതെ നിങ്ങൾ ആരുടെ എന്ത് വേണമെങ്കിൽ സംസാരിച്ചോ, അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ മദ്യപിച്ചിട്ട്, ഒരു ശകലം മദ്യപിച്ചിട്ട് നിങ്ങൾ ആരത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മദ്യപാനിയാന്ന് പറയും. ഇന്ന് കൂടുതലും വഴക്കുകൾ നടക്കുന്നത് എന്താണ്? സംശയരോഗം നടക്കുന്നത് എന്താണ്? മദ്യപാനത്തിൽ കൂടിയാണ്. മറ്റുള്ള ഇതിലൊന്നുമില്ല, മദ്യപാനത്തിലാണ് സംശയരോഗം നടക്കുന്നത്. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മദ്യപാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയരോഗത്തിൻ്റെ ഒരു കാരണമാണ്. അതാണ് മദ്യപാനം. നമ്മൾ കുടിക്കുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കും. രാത്രി വരും നാറ്റമായിട്ട്, മക്കൾക്ക് ദേഷ്യം. ആരും ഒന്നും പറയൂല. വീടി വലിക്കും. പല്ലിൻ്റെ ഇടയൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഭയങ്കര കേടായിരിക്കും. പല്ലൊക്കെ വൃത്തിയാക്കി വെക്കണം. നമ്മളെ ശരീരത്തിനേക്കാൾ ഏറ്റവും വൃത്തി വെക്കേണ്ടത് പല്ലുകളാണ്. ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ സിനിമയെ കാണുന്നത് മദ്യപാനമല്ല, അത് അഭിനയമാണ്. നമ്മൾ ജീവിതത്തിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരം മൊത്തം നശിപ്പിച്ച് കളയുകയാണ് മദ്യപാനം. ഇന്ന് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന മദ്യമാവട്ടെ, ഏത് മദ്യമാവട്ടെ, അത് നശിപ്പിച്ച് കളയുന്നതാണ്. ലഹരി ഇല്ലെങ്കിൽ ആ മദ്യം വാങ്ങിച്ച് കുടിക്കൂല ആരും. അപ്പം മദ്യപാനം ഒഴിവാക്കുക. ഇന്ന് മദ്യപിച്ചിട്ടാണ് എല്ലാ വീട്ടുകളിലും കലാപം. നല്ലൊരു ദിവസങ്ങൾ വരുമ്പോൾ മദ്യപിച്ചിട്ട് അട്ടകാശിക്കല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കൂടി താലപ്പൊലി കൊണ്ടുപോകുന്നുണ്ട്, അപ്പുറത്ത് കയറി മദ്യപിക്കും. പല ആഘോഷങ്ങൾക്ക് മദ്യപിച്ചിട്ടാണ് പോകുന്നത്. എന്തിനാ പോണത്? മദ്യപിക്കാൻ എല്ലാവരുടെ മതത്തിലും, ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല. ഒരു മതത്തിലും മദ്യപാനം പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെന്തിനാ മദ്യപിക്കുന്നത്? മദ്യപാനം ദുശ്ശീലമാണ്. അതുകൊണ്ട് ആരും നന്നായിട്ടില്ല. ഒരുത്തിന് ആയുസ് തീരുന്നവർ ജീവിച്ചിട്ടുമില്ല. എന്തിനാ ആൾക്കാർ ഓടെ കിടക്കുന്നുണ്ടെന്ന് പറയും. രാത്രിയാവുമ്പോൾ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന പോലെയാണ്.
നിങ്ങളത് നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നിർത്തി അന്ന്, അത് 30 വർഷം മുമ്പ് നിർത്തിയതാണ്. അത് നിർത്തി കഴിഞ്ഞപ്പോൾ നല്ല സുഖമാണ്. ബീഡി, സിഗരറ്റ്, മദ്യപാനമൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ നല്ല സുഖമാണ്. കാരണം അതിനകത്ത് ഒരു ഇതില്ല മക്കളെ. ആ മദ്യപാനത്തിനകത്ത് നമുക്ക് ഒരു സുഖവുമില്ല. ജീവിതം കോഞ്ഞാട്ടായി പോകും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ മദ്യപാനത്തിൽ നമുക്ക് ഒരു സുഖമില്ല. ജീവിതം നമ്മൾ കോഞ്ഞാട്ടായി പോകത്തുള്ളൂ. അതാണ് മദ്യപാനം. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നല്ല സ്നേഹത്തിലേക്ക് പോകും. വരുമ്പോൾ നമുക്ക് മിണ്ടാൻ തോന്നില്ല. മുഖമൊക്കെ ഒരു വെളറിയായിരിക്കും. നമ്മൾ സ്നേഹത്തിലായിരിക്കും വീട്ടിൽ വരുന്നത്, പക്ഷെ നമ്മളെ മുഖം വെളറിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മദ്യപാനം ഉപേക്ഷിക്കുക. മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത്. മദ്യപിച്ച് അങ്ങ് നടന്നു കല്യാണം കഴിക്കാൻ പോകരുത്. അത് നിങ്ങൾക്ക് ദൂഷ്യമാണ്. നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത്. അത് നിങ്ങൾക്ക് ദൂഷ്യമാണ്. അടുത്ത വീട്ടുകാർക്ക് ശല്യമാണ്, അപ്പുറത്തെ വീട്ടുകാർക്ക് ശല്യമാണ്. നിങ്ങൾ രാത്രി അടിയാണ്, പിടിയാണ്. തൊട്ടേനും പിടിച്ചതിനൊക്കെ നിങ്ങൾ അടിക്കും ഭാര്യനെ. അതുകൊണ്ട് മദ്യപാനികളെ മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് നിങ്ങൾ വീട്ടിൽ വരരുത്. ഞാൻ കുറേ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലതല്ല.